മോളുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. 10ാം ക്ലാസ് പരീക്ഷയായി. അപ്പം അങ്ങനെ ഫോൺ ചെയ്ത് വിളിച്ചപ്പോൾ വാപ്പച്ചി പരീക്ഷയാണ്, പ്രാർത്ഥിക്ക്, എനിക്ക് പേടിയാണ്, അങ്ങനെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 121 മാർക്കാണ് കിട്ടിയത്. അതിലും ഒരു മാർക്ക് കുറഞ്ഞാൽ വാപ്പച്ചിക്ക് വിഷമാവും. ഇപ്പൊ പഠിക്കുമ്പോൾ 121 അങ്ങനെയല്ല, മാർക്ക് A+കളാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എൻ്റെ മോളോട് പറഞ്ഞൊരു ഡയലോഗ് അതാണ്, എനിക്ക് 121 മാർക്കാണ് വാപ്പച്ചി കിട്ടിയത്, അതിലും ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാപ്പച്ചിനെ വിഷമിക്കും. അതിലും ഒരു പൊടി കൂടുതൽ കിട്ടിയാൽ മതി, ഒരു ടെൻഷൻ അടിക്കണം. ഏകദേശം 9 A+ഉം 1 A ആയിട്ട് വിജയിച്ചു. അപ്പൊ അങ്ങനെയാണ്. അതിന്നിപ്പോ മോള് BDS കഴിഞ്ഞു, ഇപ്പൊ MDS, ഇപ്പൊ നീറ്റ് എഴുതി, നല്ലൊരു റാങ്ക് ലിസ്റ്റിൽ വന്നു. ഇനിയിപ്പോ ഈ മാസം അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് MDS കൂടെയൊക്കെ എടുക്കണം. രണ്ടാമത്തെ ആള് ഫർസാന, അതും ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ ബയോസയൻസിൽ +2 പഠിക്കാൻ മിടിക്കുകയാണ്. ഫർഹാനെക്കാട്ടിലും കുറച്ചും കൂടി മെച്ചൂർഡാണ്. ഫർഹാന ഇപ്പൊ രാത്രിയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ രാത്രിയാണെന്ന് സമ്മതിക്കും തീർച്ചയായിട്ടും. ഫർഹാന അതല്ല, ഇപ്പൊ രാത്രി അല്ല തന്നെ തീർച്ചയായിട്ടും ഇത് ഇന്ന തന്നെയാണ് എന്ന് തീർത്ത് പറയും. അതൊക്കെ ഒരു അഭിമാനമാണ് അത് തീർച്ചയായിട്ടും. പിന്നെ ഇന്നത്തെ തലമുറയിൽ ഇന്നത്തെ മക്കള് നമ്മൾ കണ്ടുവരുന്നത് സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലായിരുന്നാലും, പണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ അറിഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ മക്കളുടെ പോക്ക് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ചുറ്റുപാടിലേക്കാണ്. പിന്നെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, ഈ രണ്ടുപേരും ഇന്ന് വരെ ഒരു തരത്തിലും ഒരു പ്രയാസവും മാനസികമായിട്ട് പഠനകാലത്തിലായിക്കോട്ടെ, ഒരു സ്വഭാവ ദൂഷ്യത്തിലായിക്കോട്ടെ, അത് വളരെ അഭിമാനകരമായിട്ട് തന്നെ, അതിലേറെ കുറച്ച് അഹങ്കാരത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണത്. കാരണം ഇന്ന് നമ്മൾ കാണുന്നത് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് മക്കളെ നമ്മളെ ചുറ്റും കാണുന്നുണ്ട്. അത് ഇപ്പോഴത്തെ ആ ഒരു എന്താ പറയാ, എന്ത് വൈബാണ്, അങ്ങനെയുള്ളൊരു ആ ജനറേഷന്റെ ആ ഒരു വ്യത്യാസമാണ്. പക്ഷെ അങ്ങനെ ഒരു പ്രയാസം ഇന്ന് വരെ നമുക്ക് ഉള്ള മക്കൾ ഉണ്ടാക്കിയിട്ടില്ല. അതൊരു അഭിമാനകരമായിട്ടുള്ള, അപ്പൊ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്താതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക, വല്ല ഉയർച്ചയോടെ എന്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും അത് തരണം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് മക്കൾക്ക് സാധിക്കും. ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എടുത്തു പറയാനാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേരില്, രാമു കാര്യായിട്ട്, അങ്ങനെ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഈ അവാർഡുകളൊക്കെ എന്താണ് ഇൻസ്പിറേഷനായി മാറുന്നത്, അല്ലെങ്കിൽ ആ പ്രചോദനം എന്താണ് അവാർഡുകൾ തരുന്നത്? അവാർഡുകള് ഇപ്പൊ ഞാനിപ്പോ കുവൈറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും, നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും ഡേറ്റ് ചോദിക്കലാണ് ആൾക്കാർ. ഓരോ സന്നദ്ധ സംഘടനകൾ, നാട്ടിലുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തിലുള്ളതും പല രീതിയിലുള്ളവരും ഒക്കെ ഇപ്പോൾ അങ്ങനെ ഒരുപാട് അവാർഡുകൾക്ക് അർഹനായിട്ടുണ്ട്. അതിപ്പോൾ ഡോക്ടറേറ്റ് കിട്ടുന്നതിന് മുമ്പും ഒരുപാട്, ഉമ്മൻചാണ്ടി നന്മ പുരസ്കാരമൊക്കെ കിട്ടിയത് ഡോക്ടറേറ്റ് കിട്ടുന്നതിനാണ്. അബ്ദുൽ കലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് രാമു കാര്യാട്ട് അവാർഡ്, പിന്നെ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ബഹദൂറിന്റെ പേരിലുള്ള നന്മ ചാരിറ്റി പുരസ്കാരം ആദ്യമായിട്ട് ഒരു തന്ന എനിക്കാണത്. ഒരുപാട് പുരസ്കാരങ്ങളുണ്ട്. ഏതൊരു പുരസ്കാരം കിട്ടുമ്പോഴും നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ചുറ്റുമുള്ളവരോട് ചേർന്ന് നിൽക്കാൻ എന്നെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് ഞാൻ അതിൽ കാണുന്നത്. ഒന്നുകൂടി, അതായത് നമ്മൾ ഉത്തരവാദിത്വം ഏൽപ്പിക്കാന്ന് പറയൂല, റെസ്പോൺസിബിലിറ്റി കൂട്ടണം. ഓരോ അവാർഡുകളും ജനങ്ങൾ തരുമ്പോഴും നമ്മൾ കുറച്ചുകൂടി ഞാൻ എന്നിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനും എൻ്റെ വന്ന വഴികൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാനൊക്കെ എനിക്ക് അങ്ങനെയുള്ള ആ വേദികൾ ഉപകാരപ്രദമാവുന്നുണ്ട്. പിന്നെ ഓരോ മൊമെന്റോസും ഓരോ ഇതുകൾ തരുമ്പോൾ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ലയൺസ് ക്ലബിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ആഴ്ചയിൽ 1 വീതം അങ്ങനെ കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ 1 വീതം വരാനിരിക്കുന്നു. അത് പറയാം ഒരു രസകരമായിട്ടുള്ള ഇതാണ്. അങ്ങനെ തരുമ്പോഴും ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ VT മുരളി എന്ന് പറഞ്ഞൊരു ആളെ ആദരിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സംഘാടകരോട് ഞാൻ മൊമെൻ്റോ എനിക്ക് തന്നിട്ട് പ്രസംഗിക്കാൻ അവസരം തന്നില്ല വെച്ചാൽ അല്ല, ഒരു കൊടുങ്ങല്ലൂർ തിയേറ്റേഴ്സിൻ്റെ ഇതൊരു പരിപാടിയിൽ കഴിഞ്ഞ ദിവസം ഇപ്പോൾ എടുത്ത്, അപ്പോൾ മൊമെൻ്റോ തന്നു. തിരക്ക് കൊണ്ട്, സമയപരിമിതി കൊണ്ട് സാധാരണ അവർക്ക് നന്ദി വാക്ക് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ വേദിയിലേക്ക് വിളിക്കും. അപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്ത്
ഞാൻ വേദിയിലിരിക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ നടത്തിപ്പിക്കാർക്ക് മെസ്സേജ് അയച്ചു, 2 വാക്ക് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റോ, അതൊരു ഫലകം, അതൊരു ഓക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കൂടിയിരിക്കുന്ന ആളുകൾ ഞാൻ എന്താണെന്ന് അറിയണം. ഇപ്പോൾ ഒരു ഡോക്ടർ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ഡോക്ടർ അബ്ദുള്ള ഹംസാക്ക് അവാർഡ് കൊടുക്കുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ദാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന്റെ ചെയർമാൻ ഹംസ കെ അബ്ദുള്ള ഹംസക്ക് ഇത് കൊടുക്കുന്നു. ഇത് ഞാൻ എന്താണെന്ന് അറിഞ്ഞാലല്ലേ ആ വേദിയിൽ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പ്രാർത്ഥനയാണ്. അല്ലാതെ ഒരു മൊമെന്റോ മാത്രം മേടിച്ച് ഞാൻ അത് ഷെൽഫിൽ കൊണ്ടുവെക്കുന്നതിൽ അർത്ഥമില്ല. അവിടെ ഉള്ള ആളുകൾ ഇപ്പോൾ ഓരോ പരിപാടിക്കും ഇപ്പൊ 2000 പേര് കൂടുന്ന പരിപാടിയുണ്ട്, 4000 പേര് കൂടുന്ന പരിപാടിയുണ്ട്, 500 പേര് കൂടുന്ന പരിപാടിയുണ്ട്, 100 പേര് കൂടുന്ന പരിപാടികളുണ്ട്. ഇവിടൊക്കെ ആദരിക്കപ്പെടുമ്പോഴും ആ മൊമെന്റോ വാങ്ങി നമ്മൾ എന്താണ് എന്നുള്ളത് ജസ്റ്റ് സ്ക്രീനിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. വിഷ്വല് കാണിക്കുന്നുണ്ട്, ഡോക്ടറാണ്, ഡോക്ടറേറ്റ് കിട്ടി, ഡോക്ടർ അബ്ദുള്ള ഹംസ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നിട്ട് ദാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിന്റെ ചെയർമാനായി. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അതൊരു വിഷ്വല് ആരും മനസ്സിൽ. പക്ഷെ ഞാൻ 2 വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അത് അവരെ ഹൃദയത്തിലേക്ക് ചെല്ലും. അവരുടെ പ്രാർത്ഥനയാണ് എനിക്ക് വേണ്ടത്. കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ കർമ്മമണ്ഡലത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് വിഷയമുണ്ട് എനിക്ക്. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോട് ഇരിക്കണം. അപ്പോൾ ഇത് ഒരു പ്രാർത്ഥന വലിയൊരു ഘടകമാണല്ലോ. ഇപ്പൊ ആളുകളുടെ പ്രാർത്ഥന ഉണ്ടോ, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടൊക്കെയാണ് നമ്മളിപ്പോ കൊറോണ വന്നിട്ടും യുദ്ധം വന്നിട്ടും പലവിധ പ്രതിസന്ധികളും പ്രളയം വന്നിട്ടൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കുന്നതും ആളുകളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ അതും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോ അവാർഡിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ജൂൺ 27 നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മലയാളത്തിന്റെ മഹാനടൻ ലാലേട്ടനാണ് അവാർഡ് തരുന്നത്. ഒരു ബിസിനസ് എക്സലൻസി അവാർഡ്, ഗ്ലോബൽ അവാർഡ് തരുന്നത് UK ലണ്ടനിൽ വെച്ചിട്ട് ഈ ജൂൺ 27 തരുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ ഇന്റർനാഷണൽ ഗാർഷോം അവാർഡ്, അത് ആഫ്രിക്കയിലെ ഏതെങ്കിലും കൺട്രിയിൽ വെച്ചിട്ടായിരിക്കും. അത് ഓരോ വർഷവും അവരോരോ സ്ഥലം പ്ലേസ് മാറ്റിയാണ് വരിക. അപ്പൊ എനിക്ക് കിട്ടിയ മെയിൽ പ്രകാരം ആഫ്രിക്കയിലായിരിക്കും. ഇപ്പൊ ഇന്റർനാഷണൽ ഗാർഷോം അവാർഡിന് തെരഞ്ഞെടുത്തിട്ടുണ്ട്, നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ ഡേറ്റും ലൊക്കേഷനും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അതിനിടയിലും ഇപ്പോൾ ഒരുപാട് ഇപ്പൊ ഈ ജൂൺ 21 അവിടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു അവാർഡ് തരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആദരവുകൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു ആദരവിന്റെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രതീകമായിട്ട് തന്നെ ഇപ്പൊ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് വെക്കാൻ സ്ഥലമില്ല. ആ രീതിയിലേക്ക് ഏകദേശം 95ഓളം അവാർഡുകൾ, മൊമെന്റോകൾ ഇപ്പൊ ഈ സമീപ കാലങ്ങളിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും കുറെ ഇപ്പൊ വീട്ടിലേക്ക് എത്താൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പല സംഘടനകളും ആദരിക്കപ്പെടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും എന്നെ ഒന്നുകൂടി തിരുത്താനും ഒന്നും കൂടി ശ്രദ്ധിക്കാനും ഉള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒന്നും കൂടി നമ്മുടെ ചുറ്റുമുള്ളവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമാകുന്നു.